ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ MTCSR എന്ന സബ്ജക്റ്റാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. മാനേജ്മെൻറ്റ് തിയറി ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളാണ്. നമ്മൾ സിലബസ് ബേസ് ചെയ്തുകൊണ്ടാണ് ഓരോ കണ്ടൻറ്റും എടുത്തു പോവുക. അപ്പോൾ അതിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇത് 1818 മുമ്പുള്ള കാലഘട്ടമാണ് ഈ ഒരു പ്രീ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഇറ എന്ന് പറയുന്നത്. ഇവിടുത്തെ കോൺട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കും ചോദിച്ചാൽ ചർച്ച് ആൻഡ് മിലിറ്ററി ഓർഗനൈസേഷൻസ് ആണ്. അതായത് അവിടെ മിലിറ്ററി ഓർഗനൈസേഷൻസും ചർച്ചുമാണ് കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ മിലിറ്ററി അതുപോലെ തന്നെ ചർച്ച് അവരുടെ റൂൾസ് എന്തൊക്കെയാണ്, അവരെന്ത് റൂൾസാണോ ഫോളോ ചെയ്യുന്നത്, അവരെന്ത് റൂളാണോ മെയ്ഡ് ചെയ്യുന്നത്, ആ സെയിം റൂൾസാണ് അവർ മാനേജ്മെൻറ്റിലോട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബ്രിട്ടൻ ആയിട്ട് വരുന്ന കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ചാൾസ് ബാബേജ് ആൻഡ് റോബർട്ട് ഓവൻ ആണ്. അപ്പോൾ ചാൾസ് ബാബേജിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നമുക്കറിയാം കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആളാണ് ചാൾസ് ബാബേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം എഴുതിയ ബുക്ക് എന്ന് പറയുന്നത് ഓൺ ദ എക്കണോമി ഓഫ് മെഷീനറി ആൻഡ് മാനുഫാക്ചേഴ്സ്. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു ബുക്ക് എഴുതിയതുകൊണ്ട് തന്നെ അധിക പേരും ഈ ഒരു ബുക്കിൽ നിന്നാണ് റെഫർ ചെയ്യുന്നത്. കാരണം എങ്ങനെ മാനുഫാക്ചർ ചെയ്യണം, എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത്, എന്തൊക്കെ ടൂൾസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇതിൽ കൊണ്ടുവരേണ്ടത്, ഈ ഒരു ചാൾസ് ബാബേജിൻ്റെ ഈ ഒരു ബുക്കോട് കൂടി കുറേ പേർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് അധിക പേരുടെ റിവ്യൂസ് എന്ന് പറയുന്നത്. അതായത് മാനുഫാക്ചറിൻ്റെയും മെഷീനറിൻ്റെയും പറ്റുള്ളൊരു ബുക്കാകുമ്പോൾ അതിൽ എന്തൊക്കെ ടൂൾസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എന്തൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ സോൾവ് ചെയ്യണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളാണ് ചാൾസ് ബാബേജ് ആ ഒരു ബുക്കിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാനുഫാക്ചറിങ്ങിൽ എന്തൊക്കെ സ്കിൽസ് കൊണ്ടുവരണം അതൊക്കെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാൾസ് ബാബേജ് അതിലൂടെ പറയുന്നത് നമുക്ക് പ്രോഫിറ്റ് ഷെയർ ചെയ്യാനും അതുപോലെ ഡിവിഷൻ ഓഫ് ലേബർ ഇതൊക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് റോബർട്ട് ഓവൺ ആണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം അതായത് ഈ ലാബേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, പണിക്കാർ, വർക്കേഴ്സ്, ലാബേഴ്സ്, ഇവർ കൂടെ നിന്ന് കണ്ട് ഇവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളായിരുന്നു ഈ റോബർട്ട് ഓവൺ. അതായത് നമ്മുടെ ലാബേഴ്സിനൊക്കെ തരം താഴ്ത്തുക, അവർക്ക് വേജസ് കൊടുക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ റോബർട്ട് ഓവൺ അതിനൊക്കെ പ്രതിഷേധിച്ച് വരുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു എക്സ്പെരിമെൻറ്റ്സ് നടത്തിയെന്നാണ് പറയുന്നത്. അതിൻ്റെ പേരാണ് ന്യൂ ലെനാർ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇതിലെന്താ പറയുന്നത് വെച്ചാൽ അദ്ദേഹം പറയാണ് ഈ ലാബേഴ്സിന് അത്യാവശ്യം നല്ല രീതിക്കുള്ള എൻവിറോൺമെൻറ്റ് അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പീസായിട്ടുള്ളൊരു മൈൻഡും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിക്കുള്ള പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സാധിക്കും. അതുവഴി ഈ ഓർഗനൈസേഷൻസിന് പ്രോഫിറ്റ് കിട്ടും. അതുമാത്രമല്ല ലേബേഴ്സിനുള്ള വേജസ് കൊടുക്കാനും ആവും. അപ്പോൾ അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി അതിൻ്റെ ഫൈനലൈസാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഈ ഫൈനലൈസ് ചെയ്ത സംഭവം എന്താ വെച്ചാൽ ലാബേഴ്സിന് നല്ല രീതിക്കുള്ളൊരു സറൗണ്ടിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഫോർ എന്തിന്, പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ, അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിക്കുള്ളൊരു പീസായിട്ടുള്ള എൻവിറോൺമെൻറ്റ് കൊടുക്കുക. അതുമൂലം അവർക്ക് മൈൻഡ് സെറ്റായിട്ട് നല്ല രീതിക്കുള്ള പ്രൊഡക്ടിവിറ്റീൻ്റെ എണ്ണം കൂട്ടാൻ സാധിക്കും. അപ്പോൾ ഇതാണ് പ്രീ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഇറൻ്റെ കേസിൽ പറയുന്നത്. രണ്ടാമത്തെ മാനേജ്മെൻറ്റ് ഇറ എന്ന് പറയുന്നത് ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് ഇറയാണ്. ഇത് 1880 to 1930 ഈ രണ്ട് ഇയറിൻ്റെയും ബിറ്റ്വീൻ ഇടയിൽ വരുന്ന ആ ഒരു കാലഘട്ടമാണ് ഈ ഒരു ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് ഇറ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്, ഒരു ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വരുന്ന കോൺട്രിബ്യൂട്ടേഴ്സ് ആരൊക്കെയെന്ന് ചോദിച്ചാലാണ് ഒന്നാമത്തത് ടൈലർ. അദ്ദേഹം സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറിയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത് ഫയോള്, അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് തിയറി. മൂന്നാമത്തത് വെബേഴ്സ്, അദ്ദേഹം ബ്യൂറോക്രാറ്റിക് തിയറിയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ആളെ പറയണം നമ്മൾ ടൈലർ. അദ്ദേഹം പറഞ്ഞു നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈലർ ഒരു ഓർഗനൈസേഷനിലുള്ള പ്രൊഡക്ടിവിറ്റീനെയാണ് കൂട്ടാൻ ശ്രമിച്ചത്. അതായത് ഇവിടെ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഒരു ഓർഗനൈസേഷനിലുള്ള ലാബേഴ്സിന് മെയിനായിട്ട് വേണ്ടത് വേജസ്. അവരെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ സ്വാഭാവികമായിട്ടും അവർ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുള്ളൂ അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു ടൈലർ എന്ന് പറഞ്ഞ കോൺട്രിബ്യൂട്ടർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം ഈ പണ്ടത്തെ മാനേജ്മെൻ്റൊക്കെ
തമ്പ് റൂളാണ് ഫോളോ ചെയ്ത് വന്നിരുന്നത്. അതായത് അവർ പണ്ടെങ്ങാനും ഒരു റൂൾ ഉണ്ടാക്കി വെച്ചിരുന്നു, അതൊന്നും പുതുക്കാതെ അപ്ഡേഷൻ ചെയ്യാതെ പണ്ട് എന്താണോ ഉണ്ടാക്കി വെച്ച റൂള് ആ സെയിം റൂൾ തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് വരിക. അപ്പം ആ റൂൾ കൊണ്ട് നമുക്ക് ഒരു എന്താ പറയുക പ്രൊഡക്ടിവിറ്റി അധികം ഇൻക്രീസിങ് ഉണ്ടാക്കണില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈലർ എന്ന് പറഞ്ഞിട്ടുള്ള കോൺട്രിബ്യൂട്ടർ എന്ത് ചെയ്തു, അദ്ദേഹം സയൻറ്റിഫിക്കലായിട്ടുള്ള ഓരോ മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മുടെ മാനേജ്മെൻറ്റിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആ പല ആക്ടിവിറ്റീസിനെയും പല പല ഡിപ്പാർട്ട്മെൻ്റ് ആക്കിക്കൊണ്ട് ഈ പല ഡിപ്പാർട്ട്മെൻറ്റിലും അദ്ദേഹം കുറേ സയൻറ്റിഫിക്കലായിട്ടുള്ള മെത്തേഡ്സുകൾ അദ്ദേഹം പുതുതായിട്ട് പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ ഓരോ ആക്ടിവിറ്റീസിലും ഓരോ സയൻറ്റിഫിക്കൽ മെത്തേഡ് പ്രൊവൈഡ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ സാധിച്ചു. അതായത് പണികളൊക്കെ കുറഞ്ഞിക്കാണ്ട് നമുക്ക് ഔട്ട്കംസ് കുറേ കൂടി. കാരണം പണികൾ കുറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രൊഡക്ടിവിറ്റി നമ്മൾ ഉൽപ്പന്നം കൂടിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ സയൻറ്റിഫിക്കൽ മെത്തേഡ് അദ്ദേഹം പുതുതായി ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസിനെ ഡിവൈഡ് ചെയ്തു. ആ ഡിവൈഡ് ചെയ്ത ഓരോ ആക്ടിവിറ്റീസിലും ഓരോരോ സയൻറ്റിഫിക് മെത്തേഡ് കൊടുത്തു. അത് അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പണി കുറയും. അങ്ങനെ ആകുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടും. ഇങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂടിയാൽ സ്വാഭാവികമായിട്ടും ഓർഗനൈസേഷനും ലാഭമാണ്, അതുപോലെ തന്നെ ലാബേഴ്സിനും ലാഭമാണ്. കാരണം പ്രൊഡക്ടിവിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് സെല് ചെയ്താലാണ് നമ്മൾ ഓർഗനൈസേഷന് ഫണ്ട് കിട്ടുക. ഓർഗനൈസേഷൻസിന് കൃത്യമായിട്ടുള്ളൊരു പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ലാബേഴ്സിന് അവരുടെ ആ ഒരു വേജ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ടൈലർ കൊണ്ടുവന്ന സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ടൈലറിൻ്റെ പ്രിൻസിപ്പിൾസ് പറയാണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. അതായത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറീൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് FW ടൈലറിൻ്റെ. ഫസ്റ്റ് വൺ ആണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. നമ്മൾ പറഞ്ഞു പണ്ട് കാലത്ത് ഈ സയൻറ്റിഫിക് മെത്തേഡ്സ് ഒക്കെ വരുന്നതിന് മുമ്പ് പണ്ടുള്ള ഓതേഴ്സൊക്കെ മാനേജ്മെൻറ്റിൽ പണ്ട് എന്താണോ അവർ റൂൾ ഉണ്ടാക്കിയിരുന്നത് ആ ഒരു പഴയ റൂൾ തന്നെയാണ് ഫോളോ ചെയ്ത് വരുന്നിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി സയൻറ്റിഫിക് മെത്തേഡായിട്ട് മാറി എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് ഈക്വൽ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ് എന്നുള്ള സംഭവം പ്രൊവൈഡ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഒരു വർക്കറിന് ഇത്രത്തോളം ജോലി കൂടുതൽ, മറ്റുള്ളവർക്ക് ജോലി കുറവ്, അങ്ങനെയല്ല. ഓരോ വർക്കേഴ്സിനും ഈക്വൽ ആയിക്കൊണ്ട് നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തത് ഹാർമണി നോട്ട് ഡിസ്കോർഡ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ മാനേജേഴ്സ്, എംപ്ലോയി അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു വർക്കർ എന്നോ എംപ്ലോയി എന്നുള്ള ഡിഫറൻസ് അല്ലാതെ അവരെന്ത് ചെയ്യുക, ഒരു കോർഡിനേഷൻ ചെയ്യുക, ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുവരും ഒരു ഡിഫറൻസ് ഇല്ലാതെ കോപ്പറേഷൻ ചെയ്യുക. അതുപോലെ തന്നെ നാലാമത് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുണ്ടാകുമ്പോൾ നമ്മൾ മാറി നിന്നുകൊണ്ട് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു മാനേജർ ആണെങ്കിലും ഒരു എംപ്ലോയി ആണെങ്കിലും അത് നല്ലൊരു കോർഡിനേഷനോട് കൂടി അത് അവർ അച്ചീവ് ചെയ്യാം. ഇനി അഞ്ചാമത് പറയുന്നത് മെൻ്റൽ റെവല്യൂഷൻ. ഈ സെയിം പറഞ്ഞു വന്ന പോയിന്റ് തന്നെയായിട്ട് വീണ്ടും പറയുന്നത്. അപ്പോൾ ആറാമത് മാക്സിമം ഔട്ട്പുട്ട് റേദർ ദാൻ റെസ്ട്രിക്റ്റഡ് ഔട്ട്പുട്ട്. അതായത് നമ്മൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്, അല്ലാതെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അതായത് കുറക്കാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ. നെക്സ്റ്റ് ഡെവലപ്പിംഗ് ഓൾ വർക്കേഴ്സ് ടു ദ ഫുള്ളസ്റ്റ് എഫിഷ്യൻസി. നമ്മുടെ വർക്കേഴ്സിൻ്റെ എല്ലാവിധ എഫിഷ്യൻസിയും പുറത്തെടുപ്പിച്ചുകൊണ്ടാണ് ഓരോ പ്രൊഡക്ടിവിറ്റി നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഈ ഓരോ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറിയിലെ FW ടൈലറിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് വർക്ക്. അതായത് അതിൻ്റെ കീഴിൽ 4 നമ്മൾ നോക്കാനാണ് പറയുന്നത്. മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ മെത്തേഡ് സ്റ്റഡി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു ഒരു മാനേജ്മെൻറ്റിൽ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ പല ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആയി ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമ്മൾ അവിടെ ഏത് സയൻറ്റിഫിക്കലായിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കുറേ നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ രീതിയിലോട്ട് ഏറ്റവും നമുക്ക് ആപ്ലിക്കബിൾ ആവുന്ന രീതിയിലോട്ട് ഏറ്റവും റിസൾട്ട് വരുന്ന ഒരു
ഒരു സജഷൻ, ഒരു സയൻറ്റിഫിക് മെത്തേഡാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അതാണ് മെത്തേഡ് സ്റ്റഡി. അങ്ങനെ ഏത് മെത്തേഡ് യൂസ് ചെയ്താലാണ് നമുക്ക് ഇത്രത്തോളം ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ് കിട്ടുക, പ്രോഫിറ്റ് കൂടുക, ഇതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു മെത്തേഡ് നമ്മളവിടെ യൂസ് ചെയ്യാം. രണ്ടാമത് ടൈം സ്റ്റഡി. ടൈം സ്റ്റഡീൻ്റെ കേസിൽ നമ്മളിപ്പോൾ ഓരോ വർക്ക് അവിടെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ടൈം ആവണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ലൈക്ക് നമ്മൾ ഈ സ്റ്റോപ്പ് വാച്ച് അങ്ങനത്തെ ഓരോ ടൂൾസൊക്കെ ഉണ്ടാവും. നമ്മൾ ടൈം എത്രത്തോളം ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ടൈം എടുക്കണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ടുള്ള ഓരോ ടൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ടൈമിനെ സ്റ്റഡി ചെയ്യുക. അതായത് ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ടൈം നമ്മൾ എടുക്കുന്നു എന്നുള്ളത് സ്റ്റഡി ചെയ്യുക. മൂന്നാമത്തത് മോഷൻ സ്റ്റഡി. അതായത് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം മൂവ്മെൻറ്റ് സംഭവിക്കണം, ഒരു വർക്ക് ഫിനിഷ് ആക്കുന്ന സമയത്ത് ഒരു വർക്കർ എത്രത്തോളം മോഷൻ അവിടെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണോ എന്നുള്ളത് ഒരാൾ വ്യക്തി ഒബ്സർവ് ചെയ്തുകൊണ്ട് എത്രത്തോളം മോഷൻസ് അവിടെ നടക്കണം നമ്മൾ മനസ്സിലാക്കുക. അവിടെ എത്രത്തോളം അൺവാണ്ടഡ് മോഷൻസ് വരുന്നുണ്ടെന്നും എത്രത്തോളം വാണ്ടഡ് ആയിട്ടുള്ള മോഷൻസ് വരുന്നുണ്ടെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാം. നാലാമത്തത് ഫാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഫാറ്റിക് സ്റ്റഡി എന്ന് പറയുമ്പോൾ അതായത് വർക്കേഴ്സ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം റെസ്റ്റ് എടുക്കണം, അതായത് ഇൻ്റർവെല്ലിൽ ഉൾപ്പെടെ എത്രത്തോളം ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ വർക്കേഴ്സ് റെസ്റ്റ് എടുക്കണോ എന്ന് ഒബ്സർവ് ചെയ്യുക, അത് മനസ്സിലാക്കുക, അതിനെ സ്റ്റഡി ചെയ്യുക. അതിനെയാണ്. അപ്പോൾ ഈ 4 സ്റ്റഡികളാണ് നമ്മൾ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് വർക്കിൽ വരുന്നത്. രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് സയൻറ്റിഫിക് സ്റ്റഡികൾ പഠിച്ചു അല്ലേ, അതായത് മെത്തേഡ് സ്റ്റഡി, ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി. അപ്പോൾ ഈ ഒരു സ്റ്റഡികളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആ സ്റ്റഡികളൊക്കെ പഠിച്ചുകൊണ്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക. അതാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. ഇനി മൂന്നാമത്തേത് പറയണത് ഡിഫറൻഷ്യൽ വേജ് സിസ്റ്റം. അതായത് ഇവിടെ ലേബേഴ്സിന് നമ്മൾ വേജ്, അതായത് അവരുടെ സാലറി കൊടുക്കുന്ന രീതിക്കാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ലേബേഴ്സ് അവർ എത്രത്തോളം ടൈം വർക്ക് ചെയ്തു എന്നുള്ള ബേസിൽ നമ്മൾ അവർക്ക് കൂലി കൊടുക്കുക. അവർ എത്രത്തോളം ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുത്തു, അതായത് എത്രത്തോളം പ്രൊഡക്ടിവിറ്റി കൂട്ടി, എത്രത്തോളം പ്രൊഡക്റ്റ് അവർ ഉണ്ടാക്കണോ ഓരോ പ്രൊഡക്റ്റിൻ്റെ ബേസിലാണ് അവർക്ക് എന്ത് ചെയ്യുക, വേജ് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഡിഫറൻഷ്യൽ വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. നാലാമത്തത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. അപ്പോൾ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു മാനേജർ ഉണ്ടാവും. അതായത് ഇവിടെ പറയുന്നത് ഒരു ഫാക്ടറി മാനേജറാണ്. അപ്പോൾ ഈ ഒരു ഫാക്ടറി മാനേജർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഫാക്ടറി മാനേജറെ അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനെയും ഒന്ന് അനലൈസ് ഒബ്സർവേഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാ ആൾക്കാരും എല്ലാ കഴിവും തികഞ്ഞിട്ടുള്ള ആരും ഉണ്ടാവില്ല. എങ്ങനെ പോയാലും ഒരാൾക്കൊരു കഴിവ് കുറഞ്ഞിട്ടുള്ളതും ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ കഴിവും ഉണ്ടാവില്ല, പലർക്കും പല പല കഴിവായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, അതായത് ഓരോ എംപ്ലോയീസിൻ്റെയും കഴിവ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ഫാക്ടറി മാനേജർ 2 വിഭാഗക്കായിക്കാണ്ട് അങ്ങനെ അതായത് പ്രൊഡക്ഷൻ ഓഫേഴ്സും അതുപോലെ തന്നെ പ്ലാനിങ് ഓഫേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഈ പ്ലാനിങ്ങിൻ്റെ കേസിൽ റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, അതുപോലെ തന്നെ ഡിസിപ്ലിനറിയൻ, ഇങ്ങനത്തെ 4 കാറ്റഗറി ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ്റെ കേസിൽ സ്പീഡ് ലോസ്, ഗ്യാങ് ലോസ്, റിപ്പയർ ലോസ്, ഇൻസ്പെക്ടർ, ഇങ്ങനെ 4 കേസ്. എന്നിട്ട് ഇവരാണ് എംപ്ലോയീസിനെ ഇൻസ്ട്രക്ട് ചെയ്യുക, ഓരോ കാര്യങ്ങളും എംപ്ലോയീസിന് പഠിപ്പിച്ച് കൊടുക്കുക, ഇൻസ്ട്രക്ട് ചെയ്യുക, അതുവഴി എംപ്ലോയീസിന് ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. അതായത് ഇവിടെ നമ്മൾ ഓരോ എംപ്ലോയീസിനെയും സയൻറ്റിഫിക്കലായിട്ടാണ് റിക്രൂട്ട് ചെയ്യണതും സെലക്ട് ചെയ്യുന്നതും. അതായത് ഓരോ ജോലിക്ക് ആസ്പദമായിട്ടുള്ള ഒരു എംപ്ലോയിനെ നമ്മളിവിടെ നിയോഗിക്കുക. അതും ഏത് ബേസിക്കിലാണ്, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് സ്റ്റഡീൻ്റെ കേസിൽ തന്നെയാണ് ഇവിടെ നമ്മൾ റിക്രൂട്ട് ചെയ്യണതും സെലക്ഷൻ ചെയ്യുന്നതും. നെക്സ്റ്റ് 6ാമതെന്ന് പറയുന്നത് സയൻറ്റിഫിക് ടാസ്ക് പ്ലാനിങ്. അതായത് നമ്മളൊരു ഓർഗനൈസേഷനിൽ വേണ്ടിയിട്ടുള്ള ഓരോ ടാസ്ക് പ്ലാനിങ്ങും ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യണത്, പ്ലാനിങ് ചെയ്യുന്നത് ഒക്കെ നമ്മൾ സയൻറ്റിഫിക്കലായിട്ടാണ്. അപ്പോൾ ഇതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലെ ടെക്നിക്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്ലാസിക്കൽ അപ്രോച്ചാണ് പറഞ്ഞത്, അതിൽ നമ്മൾ ടൈലറിൻ്റെ കേസാണ് പറയണത്. അദ്ദേഹം സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറിയാണ്, അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതിൻ്റെ പ്രിൻസിപ്പിൾസ് പറഞ്ഞു, അതുപോലെ തന്നെ അതിൻ്റെ ടെക്നിക്സും പറഞ്ഞു.